മനുഷ്യനുള്ളിടത്തോളം കാലം, അവൻ്റെ ഭാവനയുള്ളിടത്തോളം കാലം ഡിസ്നിലാൻഡ് വളർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഡിസ്നിലാൻഡിൻ്റെ സ്ഥാപകനായ വാൾട്ട് ഡിസ്നിയുടെ വാക്കുകൾ. ഇവിടം സന്ദർശിച്ചു കഴിഞ്ഞാൽ ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി ഓരോ സന്ദർശകനും തങ്ങളുടെ കുട്ടിക്കാലം തിരിച്ചു പിടിക്കുന്ന ഒരു മാന്ത്രിക ലോകമാണ് ഈ ഡിസ്നിലാൻഡിൽ ഒരുക്കി വച്ചിരിക്കുന്നത്. അതെ, ഡിസ്നിലാൻഡ് സ്വപ്നങ്ങളുടെ ലോകത്തേക്ക് ഒരൊറ്റ വഴി. ലോകമെമ്പാടുമുള്ള കുട്ടികളുടെയും മുതിർന്നവരുടെയും സ്വപ്നഭൂമിയാണ് ഈ ഡിസ്നിലാൻഡ്. പ്രശസ്ത അമേരിക്കൻ അനിമേഷൻ നിർമ്മാതാവായ വാൾട്ട് ഡിസ്നി വിഭാവനം ചെയ്ത ഈ അത്ഭുത ലോകം ഇന്ന് ഭാവനയും യാഥാർത്ഥ്യവും ഒത്തുചേരുന്നൊരിടമാണ്. 1955 അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് ആദ്യത്തെ ഡിസ്നിലാൻഡ് പാർക്ക് സ്ഥാപിതമാകുന്നത്. പാരീസിലെ ഡിസ്നിലാൻഡ് 1992 ഏപ്രിൽ 12 അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. തുടക്കത്തിൽ ഇതിൻ്റെ പേര് യൂറോ ഡിസ്നി റിസോർട്ട് എന്നായിരുന്നു ഇതിൻ്റെ പേര്. 1994 ഇത് ഡിസ്നിലാൻഡ് പാരീസ് എന്ന് പുനർനാമകരണം ചെയ്യുകയാണ് ചെയ്തത്. അമേരിക്കയിലെയും ടോക്കിയോയിലെയും ഡിസ്നിലാൻഡ് ഇതുപോലെ പാർക്കുകളുടെ വിജയത്തോടു കൂടി അത്തരമൊരു ഡിസ്നിലാൻഡ് യൂറോപ്പിനും ആവശ്യമാണെന്ന് ഈ ഡിസ്നിലാൻഡിൻ്റെ അമരക്കാർ ചിന്തിക്കുകയും അവരതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തു. അങ്ങനെ ഫ്രാൻസും സ്പെയിനും തമ്മിലായിരുന്നു ഈ ഡിസ്നിലാൻഡ് പാർക്കിന് വേണ്ടിയുള്ള വാശിയേറിയ മത്സരം. ഒടുവിൽ യൂറോപ്പിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പാരീസിന് നറുക്ക് വീഴുകയായിരുന്നു. ഏകദേശം 4800 ഏക്കർ സ്ഥലത്താണ് ഈ ഡിസ്നിലാൻഡ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇത് പൊതുവിൽ 2 പാർക്കായിട്ടാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഡിസ്നിലാൻഡ് പാർക്ക് എന്നും ഡിസ്നിലാൻഡ് അഡ്വഞ്ചർ വേൾഡ് എന്നും 2 പ്രധാനപ്പെട്ട പാർക്കുകളാണ് ഇവിടെ ഉള്ളത്. ഈ ഡിസ്നിലാൻഡ് സന്ദർശിക്കാൻ പോകുന്നവർ അതിൻ്റെ സമയം അറിഞ്ഞിരിക്കണം. രാവിലെ 9:30 ഇത് ഓപ്പണിങ്. 9 മുതൽ 10-11 മണി. അത് നമ്മുടെ ഡിപ്പെൻഡ് അപ്പോൺ ദ വെതർ അനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടിട്ടുണ്ടാകും. ഇപ്പോൾ സമ്മർ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ അതൊരു 11 മണി വരെ ഓപ്പൺ ആയിട്ടുണ്ടാകും. വിൻ്റർ ആണെങ്കിൽ അത് ഏർലി ക്ലോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാൻ പറ്റുന്ന ഒരു മൊബൈൽ ആപ്പ് അവർ പുറത്തിറക്കിയിട്ടുണ്ട്. ഞാൻ ആപ്പിൻ്റെ ലിങ്ക് എൻ്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമയം നഷ്ടപ്പെടാതെ ഓരോ ഷോകളും ഏതൊക്കെ സമയത്താണ് നമുക്ക് അതിനൊക്കെ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അതിന് ആ ആപ്പിലുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ശരിക്കും നമ്മൾ ഈ ഡിസ്നിലാൻഡ് പാർക്കിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ എത്ര പ്രായമുള്ളവരായിക്കോട്ടെ, നമ്മളെല്ലാം നമ്മുടെ ബാല്യകാലത്തിലേക്ക് കടന്നു പോകുന്ന ഒരു ഓർമ്മകളാണ് നമുക്ക് നൽകുന്നത്. നമ്മളൊക്കെയും കുട്ടികളായി മാറും. നമുക്ക് ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് വലിയ ക്യൂരിയോസിറ്റിയും എക്സൈറ്റ്മെൻറ്റും ഉണ്ടാക്കുന്ന പലതരം റൈഡുകൾ, പലതരം ഷോകൾ, വർണ്ണ ശബളമായ ഒരു പാർക്കാണ് അവർ അതിനകത്ത് ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ മനസ്സിനെ തരളിതമാക്കുന്ന നിരവധി റൈഡുകൾ അവിടെ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട റൈഡാണ് ബിഗ് തണ്ടർ മൗണ്ടൻ എന്ന് പറയുന്ന റൈഡ്. ഇതൊരു അതിവേഗ ട്രെയിനാണ്. ഒരു അതിവേഗ ട്രെയിനിൽ കൂടെ നമ്മൾ ഒരു ദ്വീപ് ചുറ്റും ഈ ട്രെയിൻ ഇങ്ങനെ പോവുകയാണ്. താഴെ ഇങ്ങനെ തടാകങ്ങളും ദ്വീപുകളും ഗുഹകളും ഒക്കെ അവരിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ആ മരതക ദ്വീപിലൂടെ നമ്മളിങ്ങനെ ട്രെയിനിങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു വല്ലാത്തൊരു അനുഭവം. അതുപോലെ നമ്മൾ വെള്ളത്തിലുണ്ട് ഈ ബോട്ടിൽ, ഈ തടാകത്തിൽ കൂടെ നമുക്ക് സെൻസർ ബോട്ടിലാണ്. ഈ തടാകത്തിൽ കൂടെ നമ്മൾ ഈ സെൻസർ വെച്ച ബോട്ടിൽ കൂടെ ഇങ്ങനെ പോയി ഗുഹകളിലൂടെയൊക്കെ പോയി വളരെ ഹിഡൻ ജമ്മുകളൊക്കെ അവർ അതിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലൂടെയൊക്കെയുള്ളൊരു യാത്ര പറഞ്ഞറിയിക്കാനാകാത്തൊരു അനുഭൂതിയാണ്. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് റൈഡുകളുണ്ട്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായി സ്റ്റാർ വാർസ് ഹൈപ്പർ സ്പേസ് മൗണ്ടൻ പോലുള്ള അതിസാഹസികത നിറഞ്ഞ ഗെയിമുകൾ, നമുക്ക് ഒരു സ്പേസിൽ പോകുന്ന എക്സ്പീരിയൻസ് ആണ് അത് നൽകുന്നത്. അതുപോലെ റാറ്ററ്റൂയി, അത് മീൻസ് നമ്മളൊരു 3D ഒരു ഗെയിം പോലെയാണ്. നമ്മളൊരു എലിയുടെ വലുപ്പത്തിൽ നമ്മളൊരു പാചകപ്പുരയിലൂടെയൊക്കെ കടന്നു പോകും.
അതുപോലെ പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ. നമ്മളൊരു ബോട്ടിൽ ചെല്ലുമ്പോൾ ഒരു കടൽക്കൊള്ളക്കാർ നമ്മളെ ആക്രമിക്കാൻ വരുന്നൊരു ലോകം, അല്ലെങ്കിൽ നമ്മൾ കടൽക്കൊള്ളക്കാരുള്ളൊരു ആ, ഒരു ബോട്ടിലൂടെ നമ്മൾ പോകുമ്പോൾ ഉള്ളൊരു അവസ്ഥ, നമുക്കുണ്ടാകുന്ന ഫീലിങ്. അങ്ങനെ ഒരുപാട് നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് റൈഡുകൾ. ഈ റൈഡുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡിസ്നിലാൻഡിൻ്റെ ഒരു പ്രധാന കവാടത്തിന് മുമ്പിലേക്ക് വരുമ്പോൾ ആൾക്കാരിങ്ങനെ വരിവരിയായിട്ട് നിൽപ്പുണ്ട്. അതെന്തോ ഒരു വലിയൊരു ഷോ അവിടെ നടക്കുന്നുണ്ട് ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ അവിടെ നിന്നു. അപ്പോൾ ഉച്ച സമയം വരെ ഏതൊക്കെ ഷോകൾ അവിടെ നടന്നിട്ടുണ്ട്, അതിൻ്റെ കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ, അത് മിക്കി മൗസും ഡഗ് ഡൊണാൾഡും, അങ്ങനെ ഒരുപാട് ഏതൊക്കെ ഷോകൾ ഏതൊക്കെ സ്റ്റേജിൽ നടന്നിട്ടുണ്ടോ അവരൊക്കെ ഈ കവാടത്തിൻ്റെ മെയിൻ സ്ഥലത്തേക്ക് വന്ന് അവിടെ വലിയൊരു സ്റ്റേജ് ഒരുക്കിയിട്ടുണ്ട്. ആ സ്റ്റേജിൽ വെച്ച് അവർ ലൈവായിട്ട് ഡാൻസ് ചെയ്യുകയാണ്. ഇതൊന്നും അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നൊരു ഒരു ഒരു അനുഭവമല്ല, നമുക്കൊരു എക്സ്പീരിയൻസ് അല്ല. അതേ കഥാപാത്രങ്ങൾ നമ്മൾ എങ്ങനെയാണോ നമ്മൾ കാർട്ടൂണിൽ കണ്ടിരിക്കുന്ന കഥാപാത്രങ്ങൾ അതേ വേഷവിധാനങ്ങളോടുകൂടെ വന്ന് ഇങ്ങനെ നമ്മുടെ കൺമുമ്പിൽ നിന്ന് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന ഒരു രംഗം, അത് മനസ്സിനെ തരളിതമാക്കുന്ന ഒരു സീനാണത്. അതൊക്കെയും കാണാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സുമായിട്ട് അവിടെ നിൽക്കുന്ന ആ ഒരു വലിയ ജനസാഗരം, അവരിതൊക്കെ കണ്ട് ആസ്വദിച്ച് അവരിങ്ങനെ കോൾമേർ കൊണ്ട് നിൽക്കുന്ന ആ ഒരു രംഗം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളകത്ത് ഈ മെയിൻ കവാടത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നിരവധിയായ റൈഡുകൾ, നമുക്ക് മിനിമം ഏറ്റവും കുറഞ്ഞത് 2 ദിവസമെങ്കിലും
നമ്മൾ ഡിസ്നിലാൻഡിൽ സ്പെൻഡ് ചെയ്യണം. ഒരു 4 ദിവസമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് എല്ലാ ഷോയിലും കണ്ട് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കുള്ളൂ. ഒരു 2 ദിവസമാണെങ്കിൽ നമുക്കൊരു സെലക്റ്റീവായിട്ടുള്ള ഷോകൾ കാണാം. അത്രമാത്രം വൈവിധ്യമായിട്ട് അവരവിടെ ഒരുക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ യാത്രയൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ മിനിമം 2 ദിവസമെങ്കിലും, ഒരു ദിവസം ഈ ഡിസ്നിലാൻഡ് പാർക്കിലും ഒരു ദിവസം അഡ്വഞ്ചർ വേൾഡിലുമായിട്ട് 2 ദിവസം നമ്മൾ യാത്രകൾ ഏറ്റവും കുറഞ്ഞത് പ്ലാൻ ചെയ്യുക. അതല്ലെങ്കിൽ നമ്മളൊരു 4 ദിവസമെങ്കിലും പ്ലാൻ ചെയ്ത് നമ്മളവിടെ പോയി എല്ലാ റൈഡുകളും നമുക്ക് ആസ്വദിക്കണമെങ്കിൽ മിനിമം 4 ദിവസമെങ്കിലും നമുക്ക് ആവശ്യമാണ്.
പാർക്കിനകത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു മനോഹരമായ ബോട്ടിംഗ് ഉണ്ട്. അതായത് അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു പുറ്റ് കൊണ്ട് തീർത്ത ഒരു ദ്വീപ് പോലെയാണത്. ആ ദ്വീപിനകത്തൂടെ ട്രെയിൻ നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്ത ദ്വീപ് മുഴുവൻ നമുക്ക് കാണാം. പക്ഷേ അതല്പം സാഹസികം നിറഞ്ഞൊരു കാര്യമാണ്. നമ്മളൊരു ട്രെയിനിൽ ഈ ദ്വീപിലൂടെ മുഴുവൻ യാത്ര ചെയ്യുക എന്നുള്ളത് അല്പം സാഹസികം നിറഞ്ഞതാണ്. പകരം ബോട്ടിംഗ് ആണെങ്കിൽ നമുക്ക് ഈ ദ്വീപ് ചുറ്റും കണ്ട് സമയമെടുത്ത് ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാം. ഈ ദ്വീപിനെ വലം വെച്ച് എവിടെയാണോ നമ്മൾ യാത്ര ചെയ്ത് ആ തുടക്ക സ്ഥലത്ത് തന്നെ ബോട്ടിൽ നമുക്ക് യാത്ര അവസാനിപ്പിക്കുന്നതാണ്. ഇത് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ മണ്ണ് കൊണ്ടുള്ള പുറ്റുകൾ. ഇത് കഴിഞ്ഞാൽ ഇവർ നമ്മളെ കൊണ്ടുപോകുന്നത് അഡ്വഞ്ചറസ് വേൾഡിലേക്കാണ്. ഈ അഡ്വഞ്ചറസ് വേൾഡിൻ്റെ പ്രത്യേകത അവിടെയാണ് അനിമേഷൻ തിയേറ്റർ, അതുപോലെ ദ ഹോളിവുഡ് ടവർ, വളരെ ഫേമസ് ആയിട്ടുള്ള ഹോളിവുഡ് ടവർ, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ അഡ്വഞ്ചർ വേൾഡ് എന്ന് പറയുന്നത്. ശേഷം നമ്മളെ കൊണ്ടുപോകുന്നൊരു മഞ്ഞുമലയിലേക്കാണ്. അത് അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ഐസ്ലാൻഡാണ്. ഒരു കൊട്ടാരത്തിൻ്റെ പുറകിൽ ഒരു മനോഹരമായ ഒരു കൊട്ടാരം, ആ കൊട്ടാരത്തിൻ്റെ പുറകിൽ ഒരു മഞ്ഞുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഐസ്ലാൻഡിന് മുമ്പിൽ ഒരു തടാകം, ഈ കൊട്ടാരത്തിന് മുമ്പിൽ ഒരു തടാകമുണ്ട്. വളരെ ഭംഗിയായിട്ട്, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ ലൈറ്റുകൾ എല്ലാം ഈ വെള്ളത്തിലേക്ക് റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഭംഗി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മൾ പോകുന്നത് ഡിസ്നിലാൻഡിൻ്റെ രാത്രികാല ഭംഗിയിലേക്കാണ്. ആ ലൈറ്റിൻ്റെ പ്രൗഢിയിൽ ഇങ്ങനെ മിന്നിത്തിളങ്ങി നിൽക്കുന്ന വേൾഡ് ഓഫ് ഡിസ്നിലാൻഡും അതിൻ്റെ ആ പ്രവേശന കവാടവും അതിന് മുമ്പിലുള്ള വർണ്ണശബളമായ കാഴ്ചകളൊക്കെ നമുക്കൊരിക്കലും ഒരു ക്യാമറയ്ക്ക് പോലും അതിൻ്റെ സൗന്ദര്യം ഒപ്പിയെടുക്കാൻ സാധിക്കില്ല. ഡിസ്നിലാൻഡ് സന്ദർശിക്കുന്ന ഒരാൾക്കാർക്ക് ഒരിക്കലും മിസ്സാകാൻ പാടില്ലാത്തതുകൊണ്ടാണ് വൈകുന്നേരത്തെ അവിടെ ലൈറ്റ് ഷോ. അത് ഏറ്റവും അവസാനത്തെ പ്രോഗ്രാമാണ് ആ ലൈറ്റ് ഷോ. നമ്മൾ മുമ്പ് കണ്ട ആ കൊട്ടാരത്തെ പലവിധ വർണ്ണങ്ങളാൽ അവരിങ്ങനെ നയനാനന്ദകരമാക്കുന്ന ഒരു കാഴ്ച കണ്ടു തന്നെ ആത്മനിർവൃതി അടയേണ്ട ഒരു കാര്യമാണ്.